ഹലോ, വെൽക്കം ടു പെറ്റ്സ് ആൻഡ് ക്രാഫ്റ്റ്. നമ്മൾ ഇതുവരെ കുറേ ട്രിക്സൊക്കെ നമ്മുടെ പപ്പിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആളതൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ ആണ്. അത് പപ്പീസിനും ഡോഗ്സിനായാലും കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയണത്. അപ്പോൾ വീട്ടിൽ ഇതേപോലെ രാവിലെ കുറച്ചൊരു ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പ്ലേയിങ് ടൈം ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഡോഗ്സിനും പപ്പീസ് ആയാലും അഡൾട്ട് ഡോഗ്സ് ആയാലും ചെയ്യണ ഒരു കാര്യമാണ് ബ്രഷിംഗ് എന്നുള്ളത്. പപ്പി സ്റ്റേജിൽ തന്നെ ഈ ബ്രഷിംഗ് എന്നുള്ളത് അതൊരു റൂട്ടീനായിട്ട് ചെയ്ത് തുടങ്ങിയാൽ അവർ അഡൾട്ട് ഡോഗ്സ് ആയാലും അവരതിന് അതിനെ സമ്മതിച്ച് നിൽക്കും. മറ്റേത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഡൾട്ട്സ് ശീലമില്ലാത്ത ഡോഗ്സിനെ ബ്രഷ് ചെയ്യാൻ നിൽക്കുമ്പോൾ അവരിങ്ങനെ ഒരു എന്താ പറയുക, അതിന് ഒതുങ്ങി നിൽക്കാത്ത മാതിരി തോന്നും. അതുപോലെ തന്നെ ഇവിടെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഓരോ ഡോഗ്സിനെയും സ്പെഷ്യലായിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ നമ്മൾ അവരുടെ സ്കിന്ന് നോക്കും. കാരണം കുറേ ഡോഗ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ചിലപ്പോൾ ടിക്സോ അങ്ങനെ എന്തെങ്കിലും ഫ്ലീസ് എന്തെങ്കിലുമൊക്കെ ഈ ഡോഗ്സിൻ്റെ ശരീരത്തിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരിക്കലും വരാതിരിക്കാൻ, വന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണ് പെടാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ്. ഇത് എല്ലാ ഡോഗ്സിനും ഇൻഡിവിജ്വലായിട്ട് ചെയ്യുക. ഇത് ചെയ്യണത് വളരെ നല്ലതാണ്. ഇവരുടെ സ്കിന്ന് വൃത്തിയാക്കുക എന്നതിലുപരി ഈ ബ്രഷിങ് കൊണ്ട് കൂടുതൽ ഉപകാരങ്ങളുണ്ട്. അതായത് സ്കിന്നിൽ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവും. അതുപോലെ തന്നെ കോട്ട് നല്ല ക്ലിയർ ആവും ഇവരുടെ. അപ്പം ഡെഡ് സെൽസൊക്കെ നന്നായിട്ട് റിമൂവ് ആവും. അപ്പോൾ നമ്മളത് ഡെയിലി അത് ഒരു ടൈമെങ്കിലും അത് ചെയ്യാനുള്ളൊരു നമ്മളൊരു സമയം കണ്ടെത്തണം. അത് ഡോഗ്സിന് വളരെ നല്ലതാണ്. ഇവിടെ അത് പൊതുവെ ചെയ്യുക ഭക്ഷണം കൊടുത്തതിന് ശേഷം, അവരെ കൂട്ടിലാക്കുന്നതിന് മുന്നേ, അവരുടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ഗ്യാപ്പിലാണ് അത് ചെയ്യുക. പപ്പീസ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഡോഗ്സിനെ മുന്നേ വളർത്തിയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഈ ഡോഗ്സിൻ്റെ ശരീരത്തിൽ ഓരോ സ്ഥലത്തും ഈ ഹെയറിൻ്റെ തിക്നെസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ബ്രഷ് ചെയ്യണ സമയത്ത് നമ്മളിപ്പോൾ ഒരു റഫായിട്ട് ബ്രഷ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ചില ഏരിയാസിൽ ബ്രഷ് തീരെ തട്ടാത്ത സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഇൻ കേസ് വല്ല ടിക്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽ പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് അത് ഗ്രോ ചെയ്യാൻ, അവിടുന്ന് കൂടുതൽ ഉണ്ടാവാൻ തുടങ്ങും. അപ്പോൾ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാലും ഒന്ന് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. സ്കിൻ കെയറിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഈ ബ്രഷിംഗ് എന്നുള്ളത്. ഇത് ഡെയിലി ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ എക്സസ് ഷെഡിങ് ഒക്കെ ഉള്ള ടൈമാണെന്നുണ്ടെങ്കിൽ, അതായത് കൂടുതൽ രോമം കൊഴിയണ ടൈമാണെന്നുണ്ടെങ്കിൽ അത് ഒരു ലിമിറ്റ് വരെ കുറയ്ക്കാൻ ബ്രഷിങ് സഹായിക്കും. അതുപോലെ തന്നെ ഡാൻഡ്രഫ് തടയാനും ഈ ബ്രഷിങ്ങിനെ കൊണ്ട് സഹായിക്കും. ഇപ്പോൾ ഈ പപ്പി ഇത് ആളിപ്പോൾ ബ്രഷ് ചെയ്ത് പഠിപ്പിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ എല്ലാ വികൃതിയും ആൾ കാണിക്കുന്നുണ്ട്. പക്ഷെ ഗ്രാജ്വലി നമ്മളിത് ഡെയിലി ചെയ്യണ കാരണം അവരുടെ ആ സ്വഭാവം മാറി അവർ ബ്രഷ് ചെയ്യാൻ നിന്ന് തരും നമുക്ക്. ബ്രഷിങ് കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് ഇവരെ കുളിപ്പിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഷാമ്പു, ഇവരുടെ മേത്ത് ഉപയോഗിക്കുന്ന കെമിക്കൽസ്, അതുപോലെ തന്നെ മുറിവൊക്കെ ആയിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യണ മെഡിസിൻസ്. നമുക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്ന മെഡിസിൻസ് അല്ലെങ്കിൽ നമ്മളിവിടെ വീട്ടിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യണ കുറച്ച് മെഡിസിൻസ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കോമൺലി യൂസ് ചെയ്യണ 2 ഷാമ്പൂവിൽ ഒന്നാണിത്. സെലിഡ്രഫ് എന്നാണ് ഈ ഷാമ്പൂവിൻ്റെ പേര്. ഇത് സാധാരണ ഡോഗിന് വേറെ സ്കിൻ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഷാമ്പൂ ആണ്. ഡാൻഡ്രഫൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ചെറിയ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും കാണിക്കുമ്പോഴും ഈ ഷാമ്പൂ നല്ല വ്യത്യാസം കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഷാമ്പൂ ആണ് പെറ്റ് ബെൻ എന്ന് പറയുന്ന ഷാമ്പൂ. ഇത് ഡോഗ്സിൻ്റെ സ്കിന്നിൽ വല്ല മേഞ്ച് പോലെ അല്ലെങ്കിൽ കുറച്ച് സ്കിൻ പ്രോബ്ലംസ് എന്തെങ്കിലും ഒക്കെ കാണിക്കുന്ന സമയത്ത് ഈ ഷാമ്പൂ ആണ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യാറ്. ഇതും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഷാമ്പൂ ആണ്. ഏത് ഷാമ്പൂ ആണെങ്കിലും അത് തേച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് നിർത്തുന്നത് നല്ലതായിരിക്കും. ഈ പെറ്റ് ബെൻ ഷാമ്പൂവിൻ്റെ കൂടെ കോമ്പിനേഷൻ മാതിരി ചെയ്യേണ്ട ഒരു സംഭവമാണ് റിഡ്. അത് വല്ല ടിക്സോ അങ്ങനത്തെ എന്തെങ്കിലും മേഞ്ച് അങ്ങനത്തെ എന്തെങ്കിലും ഉള്ള സമയത്ത് 1 ലിറ്റർ വെള്ളത്തിൽ 2 ml, അതിൻ്റെ ബാക്കിൽ അതിൻ്റെ ഡയറക്ഷൻസ് ഫോർ യൂസേജ് ഉണ്ടാവും, അത് നോക്കിയിട്ട് ചെയ്യുക. കൂടുതൽ സ്കിൻ പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പരിഹരിക്കാവുന്ന, നമുക്ക് കണ്ടറിയാമല്ലോ അത് നമുക്ക് കയ്യിലൊതുങ്ങുന്ന ഒരു സ്കിൻ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഇതൊരു 5 ml വരെ യൂസ് ചെയ്തിട്ട് നമുക്ക് മാറ്റാൻ പറ്റും.
ഇത് കെമിക്കലാണ്, അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ചെറിയ പപ്പീസിലൊന്നും യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഇവരുടെ കണ്ണിൽ സെൻസിറ്റീവായിട്ടുള്ള ഏരിയാസിലൊന്നും ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക, എന്നിട്ട് മാത്രം റിഡ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ പപ്പീസിനായാലും ഡോഗ്സിനായാലും മേഞ്ച് പോലെ അങ്ങനെ എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ് വരുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണ് കിസ്കിൻ. ഇത് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളൊരു ഓയിൻമെൻറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്നും മെഡിക്കൽ സ്റ്റോഴ്സിൽ നിന്നൊക്കെ കിട്ടുന്ന ബെൻസോയിൽ ബെൻസൈറ്റ് എന്നാണെന്ന് തോന്നുന്നു, ഒരു വൈറ്റ് കളറിലൊരു ലിക്വിഡ് ഉണ്ട്. അത് നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ്. ഈ സ്കിന്നിൽ ഇങ്ങനെ ഈ ചിലപ്പോൾ നമുക്ക് കാണാം രോമം ഇങ്ങനെ കട്ടയായിട്ട് നിന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇത്തിരി കട്ട പിടിച്ചിട്ടൊക്കെ നിൽക്കുമ്പോൾ അതിൽ ഈ മരുന്ന് രോമം ഷേവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ മരുന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല വ്യത്യാസമുള്ളതാണ്. ഇത് ഇതേപോലെ ഒരു അപ്ലിക്കാപ്പാണ്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ കണ്ണിൽ പീള കിട്ടുക, അങ്ങനത്തെ കണ്ണിൽ കൂടുതൽ ഇൻഫെക്ഷൻസൊക്കെ വരുന്ന സമയത്ത് ഒരിക്കൽ ഡോക്ടർ എഴുതിയിട്ടുള്ളൊരു മെഡിസിനാണ്. അതിൻ്റെ ഇതിങ്ങനെയാണ് ഉണ്ടാവുക. അതിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് മുറിവിൽ തേച്ച് കൊടുത്താലും നല്ലത് തന്നെയാണ്, പെട്ടെന്ന് മുറിവ് മാറുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോഗ്സിൻ്റെ ശരീരത്തിൽ വല്ല മുറിവോ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ ഇതൊരു സ്പ്രേ ആണ്, ടോപ്പിക്യൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്പ്രേ. ഈ സ്പ്രേ ഇതിലൊരു നീമിൻ്റെ കണ്ടൻ്റ് ഉള്ള മാതിരി തോന്നുന്നു ആ സ്മെല്ല്. അതുകൊണ്ട് തന്നെ ഇതിൽ പെട്ടെന്ന് ഈച്ചയൊന്നും വരില്ല. സ്പ്രേ ആയ കാരണം തന്നെ വല്ല മുറിവൊക്കെ വലിയ ഇത്ര ആഴത്തിലുള്ള മുറിവൊക്കെ ആണെങ്കിൽ നല്ലതാണ്. ഈ ജെല്ല് സെയിം സംഭവത്തിൻ്റെ ജെല്ലാണ്. ഇതാക്കി കൊടുത്താലും സ്പ്രേ ആകുമ്പോൾ അതിങ്ങനെ കുറച്ചിങ്ങനെ ഒഴുകി വരുന്ന പോലെ തോന്നും. ജെല്ലാവുമ്പോൾ അത് കുറച്ച് ആഴമുള്ള മുറിവാണിച്ചാൽ ഉള്ളിലിരുന്നോളും. അതുപോലെ മരുന്ന് ഒരു മുറിവൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു മരുന്നാണ് ചാർമൽ പ്ലസ്. ഇതിൽ ശരിക്കും ഭയങ്കര ഹൈ ഒരു നീമിൻ്റെ സ്മെല്ല് ഇതിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈച്ചയൊന്നും വരാനുള്ള ചാൻസൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മെഡിസിനും ഇത്തിരി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.